ഒരാൾ 5 പേരെ കല്യാണം കഴിച്ച് ജീവിക്കുന്നവർ. ശ്രീരാമൻ്റെ അച്ഛൻ എത്ര ഭാര്യമാരുണ്ടായിരുന്നു? എത്ര പേരുണ്ടായിരുന്നു? 3. അപ്പോൾ 3 എണ്ണത്തിനെ കല്യാണം കഴിക്കാവുന്ന സ്ഥലത്താണല്ലോ സീതയും രാമനും കൂടെ പിന്നെ ഒരാൾ മതിയെന്ന് തീരുമാനിക്കുന്നത്. അവരവരുടെ തീരുമാനം മാത്രമല്ലേ. ഇപ്പോൾ 3 പേരെ കല്യാണം കഴിച്ചവൻ കഴുതയാണെന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ ശ്രീരാമൻ്റെ അച്ഛൻ ഇത്ര കൊള്ളാവുന്ന ആളായിട്ട് മാറുന്നത്? ശ്രീരാമനെ പോലെ ഒരുത്തിനെ ഉണ്ടാക്കാൻ പറ്റുമോ? കരാറ് മാത്രമാണ്. കരാറ് ലംഘനമാണ് ഇയാൾ ചോദിക്കുന്നത്. അത് എഗ്രി ചെയ്യും. 2 പേര് തമ്മിൽ കരാറുണ്ടാക്കുകയാണ്. വേറെ ആരുമായും നമ്മൾ ബന്ധമുള്ളപ്പോൾ ഉണ്ടാക്കുന്നില്ല. ആ കരാറ് ലംഘിച്ചുകൂടാ. ശരിയാ. മൈത്രേയൻ അങ്ങനെ കരാറുണ്ടാക്കിയിട്ടുണ്ടോ? ഞാൻ ജയശ്രീയും തമ്മിലുള്ള ബന്ധത്തിനകത്ത് വേറെ ആൾക്കാരുമായി ബന്ധം ഉണ്ടാക്കാമെന്നുള്ള കരാറാണ് ഉണ്ടാക്കിയത്. അങ്ങനെയായിരുന്നു ഉണ്ടാക്കിയത്. അത് വാക്കാൽ പറയുമായിരുന്നു. ഞങ്ങൾ വാക്കാൽ പറഞ്ഞിട്ടുള്ളതാണ്. ബന്ധങ്ങളുണ്ട്. അതേ സമയത്ത് ഞാൻ ബന്ധം ഉണ്ടാക്കിയിട്ടില്ല. അത് ബന്ധം ഉണ്ടാക്കിയാൽ കുട്ടിയെ നോക്കാൻ പറ്റത്തില്ലെന്ന് എൻ്റെ തിരിച്ചറിവുണ്ടായിരുന്നു. ഓക്കെ. നമ്മൾ പല കുട്ടികളെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു കുട്ടിയെ നോക്കാൻ പറ്റത്തില്ല. പല ബന്ധം ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്? ഒരാൾ തിരുവനന്തപുരത്താണ്, മറ്റൊരാൾ തൃശ്ശൂരാണ്. ഞാൻ എവിടെ ഇരിക്കും? അപ്പോൾ പിന്നെ ഒരാളുടെ കൂടെ എല്ലാവരും കഴിയേണ്ടി വരും. അപ്പോൾ ആ കരാറാണ് ഉണ്ടാകുന്നത്. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പല ബന്ധം ഒരു സമയത്തുണ്ടാകുമ്പോൾ ഒരേ സമയത്ത് 2 പേർക്ക് ആവശ്യം വരുമ്പോൾ നമുക്ക് അവരുമായിട്ട് ബന്ധം ഉണ്ടാക്കാൻ പറ്റത്തില്ല. കള്ളം പറയാൻ ബാധ്യത. കള്ളം പറയുന്നത് നമ്മൾക്ക് ഒരിക്കലും പിന്നെ അവരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്തവരായി മാറും. അതേസമയത്ത് പരസ്യമായിട്ട് പറയേണ്ടതുണ്ട്. എനിക്ക് നേരമായിട്ട് ബന്ധം ഉണ്ടാകുമ്പോൾ തന്നെ വേറൊരാളുമായി ബന്ധം ഉണ്ടാകുന്ന ആളാണ് ഞാൻ. ആ കരാറിനകത്ത് മാത്രമാണെങ്കിലേ നമ്മൾ തമ്മിൽ യോജിക്കാൻ തുടരേണ്ട കാര്യമുള്ളൂ, ഉണ്ടാക്കേണ്ട കാര്യമുള്ളൂ. ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. അപ്പം ഞാൻ അങ്ങനത്തെ കരാറാണ് ഉണ്ടാക്കിയിരുന്നത്. ജയശ്രീ വേറൊരാളെ പ്രണയിച്ച് നേരിച്ച് ഒന്നും സംഭവിക്കത്തില്ല. ജയശ്രീക്ക് അവകാശമുണ്ട്. കുട്ടിയെ നോക്കാനായിട്ട് പോകുന്ന പുരുഷന്മാർ സാധാരണഗതി കുട്ടിയെ നോക്കാറില്ല. അമ്മമാരാണ് കുട്ടിയെ നോക്കുന്നത്. കുട്ടിയെ നോക്കാനായിട്ടും ഒരാളുമായിട്ട് ബന്ധം ഉണ്ടാക്കുമ്പോൾ വേറൊരു പ്രണയം ഉണ്ടായാൽ ഇത് രണ്ടും നടക്കത്തില്ല എന്നറിയുന്നതുകൊണ്ടാണ് നമ്മളത് മാറ്റി വയ്ക്കുന്നത്. ഒരേ സമയം 2 കസേരയിൽ ഇരിക്കാൻ കഴിയത്തില്ലെന്ന് അറിയുന്നതുകൊണ്ടും ഒരു കസേരയിൽ ഇരിക്കുന്നു എന്നുള്ള അർത്ഥമേ ഉള്ളൂ. തെറ്റായതുകൊണ്ടല്ല, കഴിയാത്തതുകൊണ്ട്. ഇത്രയാണ് വ്യത്യാസമായിട്ട് അറിയേണ്ടത്. കരാറ് നമുക്കുണ്ടാക്കാം, അത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. 2 കസേരയിലുള്ള സമയത്ത് ഇരിക്കാൻ പറ്റത്തില്ലെന്ന് അറിയുന്നതുകൊണ്ട് എന്നെപ്പോലെ എനിക്ക് എൻ്റെ കോപ്പി ഒരു 10 എണ്ണം ഉണ്ടാക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ 10 പേരെ പ്രണയിച്ചേനെ കണിശമാണ്. പക്ഷെ നമുക്ക് എപ്പോൾ ചെയ്യാൻ പറ്റുന്നത് എപ്പോഴാണ്? ഒരാളുമായിട്ടുള്ള പ്രണയം പോയി കഴിഞ്ഞാൽ വേറൊരാളുമായിട്ട് പ്രണയം ആരംഭിക്കാൻ പറ്റും. സീരിയൽ മോണോഗമിയാണ് ഫിസിബിളായിട്ടുള്ളത്, നമ്മൾ ചെയ്യാൻ പറ്റുന്നത്. ഒരു കസേരയിൽ ഇരുന്ന് മതിയായി കഴിയുമ്പോൾ വേറൊരു കസേരയിൽ ഇരിക്കുന്നു എന്ന് പറയുന്ന പോലെ അത് ചെയ്യാൻ പറ്റും. അത് തെറ്റൊന്നും ആകില്ല. 2 ആളുകൾ തമ്മിലുള്ള ഏറ്റവും പവിത്രമായിട്ടുള്ളൊരു വികാരമാണ്. പവിത്രം എന്നുള്ള വാക്കൊക്കെ തീട്ടവാ. ഇത്രയാണ്. അതൊരു പഴഞ്ചൻ യൂസ്ലെസ് ആയിട്ടുള്ള വാക്കുകളായി പവിത്രം എന്നൊക്കെ പറയും. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ അറപ്പുള്ള മനുഷ്യരെ ഉണ്ടാക്കിയത്, മറ്റുള്ളവരെ വെറുക്കാനായിട്ടുള്ള. ചില സ്ഥലം പവിത്രമാണ് എന്ന് പഠിപ്പിക്കുന്നത് വഴി കക്കൂസ് മോശമായി പോയത് അങ്ങനെയാണ്. അല്ലാതെ ഒരേ പെരയ്ക്കകത്തുണ്ടാക്കുന്നതാണ് നിങ്ങളുടെ ഈ പൂജാമുറിയും ഈ കക്കൂസും. 2 ആവശ്യങ്ങൾക്കുണ്ടായി എന്നുള്ളതല്ലാതെ ഒന്ന് പ്രധാനപ്പെട്ട ഒന്നുമല്ല. അമ്പലം പവിത്രമൊന്നും അല്ലടോ. ഇങ്ങനെ ആളുകൾ ഈ പവിത്രത ഇതുപോലുള്ള സാധനങ്ങളെന്ന് പറയുന്നത് സ്പെഷ്യലായിട്ട് സ്ഥലങ്ങളുണ്ടാക്കുന്നത് വഴിയാണ് ഈ ദുരിതം മുഴുവൻ നമുക്കുണ്ടായിട്ടുള്ളത്. ഓരോ കാര്യത്തിന് ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ മാത്രമാണ്, അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരു പവിത്രതയെ ഇതിനകത്തൊന്നുമില്ല. അതുകൊണ്ട് പവിത്രം എന്ന് പറയുന്നതാണ് ഏറ്റവും മോശപ്പെട്ട, ഒരാളെ അപമാനിക്കാൻ കൊള്ളാവുന്ന വാക്ക്. ഞാൻ നിന്നെ പവിത്രമായി കാണുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മനുഷ്യനായി നമുക്ക് പെരുമാറാൻ പോലും പറ്റത്തില്ല. ശരി, ഈ പ്രണയത്തിൽ നിങ്ങളെ ഞാൻ പൂജിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അനങ്ങാൻ പറ്റത്തില്ല, വിഗ്രഹമായി അവിടെ ഇരിക്കേണ്ടി വരും. ഈ പ്രണയത്തിന് ഏറ്റവും മൂല്യമുള്ള ഒരു ബന്ധമായിട്ടും അത് തന്നെയാണോ? അതല്ല ഈ പഴഞ്ചൻ കാര്യങ്ങളായി ഇയാൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതല്ല, എൻ്റെ ചോദ്യം കംപ്ലീറ്റ് ചെയ്യട്ടെ. പ്രണയത്തിന് ഭയങ്കര മൂല്യമുള്ളൊരു കാര്യമായിട്ട് പറയുമ്പോഴും പൊതുവിൽ ഇപ്പം ആധുനിക മനുഷ്യർ പറയുന്നൊരു കാര്യം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ളൊരു വഴി മാത്രമായിട്ടാണ് പ്രണയം സെർവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അത്രയേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ജീവിതം അത്രയേ ഉള്ളൂ. നിങ്ങൾ ജീവിച്ചിരിക്കുകയും
ജീവിതം തുടരുകയും ചെയ്യുന്നതിന് തുടരുന്നതിനുള്ള മെക്കാനിസമാണ് ഇണചേരുക എന്ന് പറയുന്നത്. അതിക്കവിഞ്ഞൊന്നും അതിന് യാതൊരു മൂല്യമില്ല, വേറെ ഒന്നുമില്ല അതിനകത്ത്. ജീവൻ തുടരുന്നതിനുള്ളൊരു മെക്കാനിസമാണ് രണ്ടുപേര് ചേർന്ന് കുഞ്ഞിനെ ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. ബാക്ടീരിയയ്ക്ക് പ്രണയിക്കേണ്ട ആവശ്യമില്ല, കാരണം അത് ഒറ്റയ്ക്ക് രണ്ടാകുക കാര്യം. ഒരു കരാറ് അതിനെ ഏർപ്പെടേണ്ട കാര്യം നമുക്ക് വേണ്ടി വരും, രണ്ടുപേരുള്ളത് കൊണ്ട്. അപ്പോഴാണ് നെഗോഷിയേഷൻ ആവശ്യമായിട്ട് വരുന്നത്, ഇഷ്ടങ്ങൾ വേണ്ടി വരുന്നത്. ഇതെല്ലാം രണ്ട് പേരുള്ളത് കൊണ്ട്. രണ്ട് പേരില്ലാതാക്കുന്നതാണ് ഈ വിവാഹങ്ങളെന്ന് പറയുന്നത്. ഒരാളുടെ എക്സ്റ്റൻഷനായിട്ട് മറ്റുള്ളവരെ മാറ്റിയതാണ് പഴയ കാലത്തുള്ളത്. അച്ഛൻ്റെ മക്കളും, അതുകൊണ്ടാണ് അച്ഛൻ്റെ പേരുമൊക്കെ ഇടുന്നത്. ഭാര്യ, ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടുന്നവളെന്ന് തന്നെയാണ്. അതുകൊണ്ട് ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് അമൂല്യമൊന്നുമല്ല. ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ബന്ധമാണത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കുഞ്ഞാട് ആടിൻ്റെ ലോകമാണ്, പശുവിൻ്റെ ലോകമാണ്. അനുസരണയാണ് അതിനകത്തുള്ളത്. അപ്പോൾ ഈ കലയിലും സാഹിത്യത്തിലൊക്കെ പ്രണയത്തെ പറ്റി ഇങ്ങനെ അത് ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്തവന്മാരുടെ കഥയാണ്. പ്രണയിച്ചിട്ടേ ഇല്ലാത്തവർ സ്വപ്നം കാണുന്ന സാധനം എഴുതി വയ്ക്കുന്നതാണ്. അതുകൊണ്ടാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാത്ത പ്രണയം ഉണ്ടായത്. ആശാനൊക്കെ എഴുതിയിട്ടില്ലേ, മാംസനിബദ്ധമല്ല എന്ന് പറയുന്ന ആ സാധനം പറയുന്നത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ കുട്ടിയുണ്ടാകും, കുട്ടിയുണ്ടായാൽ ഉത്തരവാദിത്വം വരും. അപ്പോൾ വ്യക്തിഗതമായ ഉത്തരവാദിത്വം മാത്രമല്ല, ജാതിയും മതവും അനുസരിച്ചിട്ട് വേർതിരിഞ്ഞ് നിൽക്കുന്നവർ തമ്മിൽ രഹസ്യ ബന്ധങ്ങളെ സാധ്യമാകത്തുള്ളൂ. അതുകൊണ്ട് മനോരഥങ്ങളിൽ, സ്വപ്നങ്ങളിൽ മാത്രമാണ് അവരുടെ ബന്ധങ്ങളല്ല. ഇതുകൊണ്ടാണ് ഗന്ധർവന്മാരെയൊക്കെ പ്രണയിച്ചിരുന്നത്, ദൈവത്തിനെയൊക്കെ പ്രണയിച്ചിരുന്നത്. ആൾക്കാർക്ക് വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഒരു പ്രണയവും അനുവദിക്കാത്ത വളരെ ഭീകരമായ സമൂഹത്തിൻ്റെ അകത്തെ സ്വപ്നങ്ങളുടെ ലോകത്തിനെ പറ്റി അയാൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ബോംബെ സിനിമയൊക്കെ കണ്ടാൽ നിറച്ച് പ്രണയമാണ്. വടക്കേണ്ടി പോയി ഒന്ന് പ്രണയിച്ചാൽ മതി, തല്ലി കൊല്ലും. അങ്ങനെ സ്വപ്നജീവികളുടെ കഥയാണ് അവരുടെ പ്രണയം. അതൊന്നുമല്ല ഞാൻ പറയുന്നത്. യഥാർത്ഥ മനുഷ്യർ തമ്മിലുള്ള ഊഷ്മളമായ ബന്ധം വരും, അത് കുറേ നാൾ നിൽക്കും. അത് കഴിഞ്ഞാൽ ഒരു വസന്തം വരുന്ന പോലെയാണ്. വസന്തം വരുന്ന പോലെ തന്നെയാണ് പ്രണയം. ഞാൻ പ്രണയം അനുഭവിച്ച ആളാണ്, അനുഭവിക്കുന്ന ആളാണ്. വസന്തം വരുന്ന പോലെയാണ്. കാ പിടിച്ചാൽ അതെല്ലാം പൊഴിഞ്ഞു പോകും, അത്രയേ ഉള്ളൂ. പിന്നെ സംഭവിക്കും, പിന്നെ പുതിയ വസന്തേ വരുള്ളൂ. അല്ലാതെ ഇവിടെ ഈ പൂ നിർത്താൻ പറ്റത്തില്ല, ഈ ഏതളും മണവും നിർത്താൻ പറ്റത്തില്ല. കാ പിടിച്ചാൽ കഴിഞ്ഞത്. ഇപ്പോൾ പുതിയ പ്രണയമേ ഉണ്ടാകത്തുള്ളൂ. അതിൽ ഒരു പ്രണയം തുടർത്താനൊക്കത്തില്ല. അത് കുറച്ച് നാൾ തുടരും, അത് കഴിഞ്ഞാൽ നിന്നു പോകും. ഈ ഇപ്പോൾ കൊച്ചിയിലൊക്കെ തന്നെ ഒരുപാട് ബ്രോത്തലുകളും അല്ലെങ്കിൽ ഈ സ്പാ റിലേറ്റഡ് ആയിട്ടുള്ള സെൻറ്ററുകളൊക്കെ നടക്കുന്നത് കൊണ്ട് അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ആളുകളുടെ ലൈംഗിക തൃഷ്ണ ശമിപ്പിക്കാനുള്ള സ്ഥലങ്ങൾ, അങ്ങനെയുള്ള ഒരു സോഴ്സസ് വേണം. അത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ കുറയ്ക്കും എന്നൊക്കെ ആളുകൾ പറയുമല്ലോ. ഇതിനെ ശാസ്ത്രീയമായിട്ട് നമുക്ക് വിശദീകരിക്കാം. ഒരു ശാസ്ത്രീയതയില്ല. ഇല്ല അല്ലേ? പുരുഷന്മാർക്ക് ഇഷ്ടം പോലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനുള്ള ന്യായങ്ങൾ മാത്രം പറയുന്നതേ ഉള്ളൂ. അത് പുരുഷനായിട്ടിരിക്കുന്നവന് അങ്ങനെ ചെയ്യേണ്ടി വരും. ഇഷ്ടംപോലെ ബീജമുണ്ട് തനിക്ക്, ഒരെണ്ണമല്ലല്ലോ ഉള്ളത്. മാസം ഒരു അണ്ടം വരുന്നതാണ് സ്ത്രീകൾ. അതുകൊണ്ട് ഇഷ്ടംപോലെ ബന്ധം ഉണ്ടാക്കേണ്ട കാര്യം അവർക്കില്ല, പുരുഷന്മാർക്കല്ല. ചാകുന്നവരെ ബീജം ഉണ്ടാവില്ല. സ്ത്രീകൾക്കാണെങ്കിൽ ഒരു 45-50 വയസ്സ് കഴിയുമ്പോൾ തീരും. അപ്പോൾ ഇതൊക്കെ ബയോളജിയിലുള്ള വ്യത്യാസങ്ങളും കൂടെ ചേരും, അതും കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ലൈംഗിക ബന്ധം രസിക്കാൻ മാത്രം ഉണ്ടായതല്ല, കുട്ടി ഉണ്ടാക്കാനുള്ള രസമാണ്. അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ രസമില്ലെന്ന് വെച്ചോ, ആര് കൊച്ചിനെ ഉണ്ടാക്കും? ആര് കൊച്ചിനെ ഉണ്ടാക്കുമെന്ന് അയാൾ വിചാരിക്കുന്നത്? ഭക്ഷണത്തിന് രുചിയില്ലെങ്കിൽ ഇയാൾ തിന്നുന്നതിനെ പറ്റി ആലോചിക്കുമോ? ഇല്ല. അതുകൊണ്ടാണ് അത് പ്രകൃതിയിൽ രൂപപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിയാൽ മതി.